ഹായ്. അരുൺ അനിരുദ്ധ് തിരക്കഥയും സംവിധാനം നിർവഹിച്ച് ബേസിൽ ജോസഫും അതേപോലെ ആനന്ദും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് അതിരടി എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഞാൻ OTT-ൽ വന്ന് കണ്ടു. ഈ സിനിമയില് ബേസില് അതേപോലെ ടോവിനോ, റിയ ഷിബു ഇവരൊക്കെ ഒരു മുഖ്യ കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ റിയ ഷിബു ഒരു മുഖ്യ കഥാപാത്രമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിവിടെയൊക്കെ കുറച്ച് സീനുകളുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ബേസിൽ ജോസഫ് തന്നെയാണ് ഇതില് മുഴുനീളം നിന്നിട്ടുള്ളത്. പിന്നെ അതിനിടക്ക് നമ്മുടെ ടോവിനോയും കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിന്റെ ആ ഒരു പേര് അതിരടി എന്ന് പറയുന്ന ഒരു പേരും സിനിമയും തമ്മിൽ ഒരു മാച്ചില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കറക്റ്റായിട്ട് ഒരു ചില സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്തൊന്നും ഇതൊന്നും വന്നില്ല. പിന്നെ ബേസിൽ ജോസഫിന്റെ കുറെ ദിലീപേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, അത് വേറെ വഴിക്ക് പോകുന്നുണ്ട്. അത് പോരാണ്ട് നമ്മള് ടോവിനോ തോമസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങേക്ക് നല്ലൊരു പഞ്ച് സാധനം പോലെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അങ്ങോട്ട് എത്തിയതുമില്ല, അവിടെ നിന്നോട്ട് ഇങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനിലോട്ടാണ് നമ്മുടെ ടോവിനോ തോമസ് പോയത്. പിന്നെ ഇതിന്റെ കഥ അവിടെ ഇവിടെ ഒക്കെ സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നോർമലി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വിഷ്വലിലൂടെ തന്നെയാണ് ഇതിന്റെ കഥയൊക്കെ പോയത്. പക്ഷെ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമുക്കൊരു ആ സിനിമ ഇത്ര കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഹാർട്ട് ടച്ച് കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു രീതി, അത് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല കേട്ടോ. ഇതിൽ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. പക്ഷെ നമുക്കതൊരു ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പടം കൊള്ളാം, നല്ല രസമുണ്ട് എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് നമുക്കൊരു വൺ ടൈം കണ്ടിരിക്കാം. പിന്നെ കുറച്ച് ലാഗ്, അത്യാവശ്യം നല്ല ലാഗ് വരുന്നുണ്ട്. 2.5 മണിക്കൂർ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കുന്നത് ഇപ്പൊ കഴിയാറായോ എന്ന് നമ്മൾ നോക്കിക്കുന്ന രീതിയിലാണ് ചില ഭാഗങ്ങളൊക്കെ പോകുന്നത്. അതാണ് നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നാത്തത്. അങ്ങനെ തോന്നാതെ നമ്മൾ മുഴുനീളം അയ്യോ അത് കഴിഞ്ഞോ എന്ന് പറയുമ്പോഴാണ് ആ സിനിമ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതെന്താ കഴിയാത്ത എന്നുള്ള രീതിയിലൂടെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് സിനിമ കണ്ടപ്പോൾ ഒരു നോർമലി ജസ്റ്റ് ഞാൻ അത് കണ്ടു, ഇനി ഞാൻ ആ സിനിമ കാണുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണത്തില്ല. ചിലര് ചിലപ്പോൾ ആ സിനിമ ഒരുപാട് വട്ടം കാണുമായിരിക്കും. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ കുഴപ്പമില്ല. പിന്നെ അവിടെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കുത്തിക്കേറ്റിട്ടുള്ള ഒരു സിനിമ. പിന്നെ ഫൈറ്റ് സീൻ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ ടോവിനോ വന്നിട്ട് നല്ലൊരു ഫൈറ്റിന്റെ ഒരു തുടക്കം, ഒരു സാധനം വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്തോ നീ കോമഡി ആണോ, കോമഡി ഫൈറ്റ് പോലെയാണോ ഉദ്ദേശിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ അതുമില്ല. പിന്നെ നമ്മളെ വിനീത് ശ്രീനിവാസനെയും കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ ഒരു കഥ ഇതിൽ പോകുന്നുണ്ട്, അത് വല്ല കുഴപ്പമില്ല. അതേപോലെ ഷാൻ ഖാനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിൽ. സത്യത്തില് ഈ ഷാൻഖാനൊക്കെ എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എനിക്കത് അറിയുന്നില്ല. വെറുതെ ഒരു ഗസ്റ്റ് റോളായിട്ട് വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇവരൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരുവിധം കഥാപാത്രങ്ങളൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ വെറുതെ ഒരു ഡയലോഗ് കൊടുത്ത് വിടുന്ന പോലത്തെ ഒരു സീനുകളൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ ഞാൻ അതിരടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു പഞ്ചും അല്ലെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പ്രതീക്ഷിച്ചു, അതൊന്നും കിട്ടിയില്ല. പിന്നെ ഇതിന്റെ ഒരു സ്റ്റോറിയിലെ സ്റ്റാർട്ടിങ് ഓൾറെഡി ഉണ്ടായ ഒരു ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചി തന്നെ ഇവിടെ കളമശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു സീന് പോലെ ഫസ്റ്റ് എനിക്ക് കുറച്ച് ഒരു സമയം എനിക്കത് തോന്നിയിരുന്നു. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നതും 2-3 ആൾക്കാർ മരിച്ചു പോകുന്ന സീനുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് പോകുന്ന ഒരു സിനിമയും പിന്നെ ഒരു നാട്ടിൻപുറത്തിട്ടുള്ള വേറൊരു എന്താ പറയാ, നാട്ടിൻപുറത്തെ ഒരു വലിയൊരു എന്താ പറയാ ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ആള് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവം, അവിടുന്ന് വീണ്ടും അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ മിക്സഡ് ആക്കിയിട്ട് ആകപ്പാടെ ഒരു ഇതാക്കി വിട്ട്. അതായത് നമുക്ക് ഒന്നിലും ഒരു ഉറപ്പ് കൊടുക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലൂടെ സിനിമ വന്നു അവസാനിച്ചു എന്നുള്ളത് അത് മാത്രമാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നുന്നത്. അതിൽ വേറെ പ്രത്യേകിച്ച് നമുക്ക് അയ്യോ ഭയങ്കര ഒരു സീന് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ടച്ച് ആയിട്ടുള്ളൊരു സീനോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോമഡി ആണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു ഇമോഷൻ സീനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീനാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ചില സിനിമകളൊക്കെ കണ്ടിട്ടൊക്കെ എനിക്ക് ഇടിക്കട അല്ലെങ്കിൽ ആ ഇമോഷൻ സീൻ വരുമ്പോൾ കരച്ചില്ല അല്ലെങ്കിൽ കോമഡി വരുമ്പോൾ ഞാൻ നല്ല ചിരിയൊക്കെ ചിരിക്കാറുണ്ട്. പക്ഷെ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല. ഞാനിങ്ങനെ കണ്ടു, ഇരുന്നു, അവസാനിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് അതിരടി എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ ടൈം കാണാം. ബേസിൽ ജോസഫ് ഉണ്ട്, ടോവിനോ തോമസ് ഉണ്ട്, റിയ ഷിബു ഉണ്ട്. ഇവിടെയൊക്കെ നമുക്കൊന്നും കാണാൻ പറ്റുന്ന ഒരു സിനിമ മാത്രമാണ് അതിരടി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ നിങ്ങൾ എന്തായാലും എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.